വന്ന് ഒരാഴ്ച വലിയ പിന്നെ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ വേദനകളൊക്കെ പോയി. ഞാൻ കാനഡയിൽ നിന്ന് കാലിനൊരു വേദനയായിട്ട് വന്നതായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫ്ലൈറ്റിൽ കിടന്നിട്ടാണ് വന്നത്. ഇവിടെ വന്ന് കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി നേരെ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അവിടുന്ന് 2 ദിവസം കിടന്ന് എനിക്ക് വലിയ സമാധാനമൊന്നും കിട്ടിയില്ല. പിന്നെ കോഴിക്കോട് മീൻസിൽ കൂടെ അഡ്മിറ്റ് ചെയ്ത് അവിടുന്ന് ഒരു 2 ദിവസം കിടത്തിയിട്ട് പറഞ്ഞ് MRI സ്കാനിങ് ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് MRI സ്കാനിങ് എടുത്തപ്പോഴാണ് എൻ്റെ ബാക്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഓപ്പറേഷനാണ് സജസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൽക്കാലം വേണ്ടാന്ന് വിചാരിച്ച് നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിലെ കാര്യം പലവരും പറഞ്ഞ്. പക്ഷെ അതിന് ഞങ്ങൾ ഇങ്ങനെ ആയുർവേദിന് കുഴപ്പമില്ലയെന്ന് പറഞ്ഞപ്പോൾ അതിൽ വന്ന് ഒരാഴ്ച വലിയ പിന്നെ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ വേദനകളൊക്കെ പോയി. ഇപ്പോൾ ഉള്ള വേണ്ടി വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. 99% ക്ലിയറാണ്. ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഇവിടുത്തെ ഡോക്ടേഴ്സായാലും എല്ലാവരും വളരെ വളരെ നല്ലവരാണ്. നമുക്ക് നമ്മളുമായിട്ട് അത്രയും സഹകരിച്ചിട്ട് അവർ നമ്മളെ കാര്യങ്ങളൊക്കെ മാറി. ഇപ്പം ഞാൻ ഒരു 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് അത് കഴിഞ്ഞ് ഇതപ്പോൾ 10 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ കാനഡയിലേക്ക് പോവുകയാണ്. ഫിസിയോ ഉണ്ടായിരുന്നു, ആയുർവേദിക്കും ഉണ്ടായിരുന്നു. രണ്ടും ബെസ്റ്റാണ്. ഫിസിയോയിൽ ഒരു ജവാദ് എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു, വളരെ നല്ല ട്രീറ്റ്മെൻറ്റാണ് തന്നത്. പിന്നെ ആയുർവേദിക്കിലും അതായത് ജിജോ ഡോക്ടറാണ്, അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഹബീബ് ഡോക്ടർമാർസ് കുറേ ഉണ്ട്. അവരെല്ലാവരും നല്ല ട്രീറ്റ്മെൻറ്റ്, നല്ല എപ്പോഴും വന്ന് അന്വേഷിക്കലും വളരെ നല്ല സ്ഥാപനമാണ്. എനിക്ക് വളരെയധികം എൻ്റെ കാര്യത്തിൽ വളരെ 100% പെർഫെക്റ്റാണ്. India's first robotic integrated neuro rehab hospital, Edappa, Kerala.